ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ സെഷന് ഞാൻ പ്രീവിയസ്ലി എടുത്ത ഒരു സെഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. പ്രീവിയസ് സെഷനിൽ നമ്മൾ കണ്ടായിരുന്നു ഒണ്ടാരിയോയിൽ, കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒണ്ടാരിയോയിൽ കുറേ ചേഞ്ചസ് വരുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഹെഡ്സപ്പ് അവർ തന്നെ തന്നിരുന്നു. അതിനെക്കുറിച്ച് നമ്മളൊരു സെഷനും എടുത്തിട്ടിരുന്നു. അപ്പോൾ അവർ തന്നിരിക്കുന്ന ഹെഡ്സപ്പ് എല്ലാം ഇപ്പോൾ ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു, April 1 തൊട്ടിട്ട്. അപ്പോൾ അതെന്താണെന്ന് ക്യുക്കായിട്ട് ഞാനൊന്ന് പറയാം. ഇപ്പൊ കറന്റ്ലി ആപ്ലിക്കേഷൻസ്, അതായത് CNOയിൽ ഓപ്പൺ ആപ്ലിക്കേഷൻ ഉള്ള എല്ലാ RNസിനും അതുപോലെ RPNസിനും എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം NNAS പ്രകാരം കുറെയെല്ലാം കോമ്പിറ്റൻസി ഗ്യാപ്പ് നമുക്ക് CNOയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഫയൽ NNAS അസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി കുറെയെല്ലാം കോമ്പിറ്റൻസി ഗ്യാപ്പ് എന്തിനും, അതായത് ഇപ്പോൾ RN ആയിക്കോട്ടെ RPN ആയിക്കോട്ടെ കാണും. ആ കോമ്പിറ്റൻസി ഗ്യാപ്പും കൊണ്ട് വെച്ചിട്ട് CNO നമ്മളുടെ ഫയൽ അസസ് ചെയ്യുന്ന സമയത്ത് ഈ April 1 തൊട്ടിട്ട് എല്ലാ RPN ആവാനായിട്ട് ആരൊക്കെ അപ്ലൈ ചെയ്തോ അവർക്കൊക്കെ, അവർക്കൊക്കെ എത്ര കോമ്പിറ്റൻസി ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവർ ഡിപ്ലോമ നഴ്സസ് ആണോ ഡിഗ്രി നഴ്സസ് ആണോ എങ്കിൽ അവർക്കൊക്കെ എലിജിബിലിറ്റി CNO കൊടുത്തു. അപ്പൊ അവർക്കൊക്കെ ഇനി ഡയറക്റ്റ് പോയിട്ട് RPN എക്സാം എഴുതാം. എത്ര കോമ്പിറ്റൻസി ഗ്യാപ്പ് എല്ലാം അവർക്ക് അത് മീറ്റ് ആയിട്ട് CNO കൊടുത്തു. ഇനി RNനെ സംബന്ധിച്ച്, RNസിന് ഡിഗ്രി നഴ്സിംഗ് ഉള്ളവർക്ക്, അതായത് ബാച്ചിലർ ഓഫ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ NNASന് അപ്ലൈ ചെയ്തതും അല്ലെങ്കിൽ CNOയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതും എങ്കിൽ അവർക്ക് RN എഴുതാനായിട്ടുള്ള എലിജിബിലിറ്റി ഈ April 1 തൊട്ട് CNO കൊടുത്തു. എല്ലാ നഴ്സസിനും, ഡിഗ്രി നഴ്സസ് ആണെങ്കിൽ റിഗാർഡ്ലെസ് എത്രയൊക്കെ കോമ്പിറ്റൻസി ഗ്യാപ്പ് അവർക്ക് NNAS പ്രകാരം ഉണ്ടോ അതെല്ലാം ഓക്കെയാണ്. അവർക്ക് എല്ലാവർക്കും CNO എലിജിബിലിറ്റി എക്സാം എഴുതാനായിട്ട് കൊടുത്തു. അപ്പം എഡ്യൂക്കേഷണൽ റിക്വയർമെന്റിൽ വന്ന 2 ചേഞ്ചസ് എന്ന് പറയുന്നത്, നമ്മൾ ഡിപ്ലോമ നഴ്സസ് ആണെങ്കിൽ നമുക്ക് RPN എഴുതാനായിട്ടുള്ള എലിജിബിലിറ്റി CNO തരുന്നുണ്ട്. ഡിഗ്രി നഴ്സസ് ആണെങ്കിൽ, അതായത് BSN 4 ഇയർ ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ എല്ലാ ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസിനും CNO എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട് എക്സാം എഴുതാനായിട്ട്. ഒന്നുകൂടി ഞാനത് റിപ്പീറ്റ് ചെയ്യുവാണ്. അതായത് ഇപ്പം ഡിപ്ലോമ നഴ്സസ് ആണെങ്കിൽ അവർക്ക് RPN എഴുതാനുള്ള എലിജിബിലിറ്റി CNO കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി നഴ്സസ് ആണെങ്കിൽ, അതായത് ബാച്ചിലർ ഓഫ് ഡിഗ്രി ആണ് അവർക്കുടെ എഡ്യൂക്കേഷൻ എങ്കിൽ അവര് ഇപ്പൊ RPN ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും അവർക്ക് എലിജിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. RN എഴുതാനുള്ള എലിജിബിലിറ്റിയും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനും കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത അപ്പോൾ അതാണ് എഡ്യൂക്കേഷൻ റിക്വയർമെന്റിൽ വന്ന ചേഞ്ച് ഇൻ CNO. അടുത്തത് വന്നിരുന്നാണ്, നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു CNOയിൽ സൈറ്റിൽ ഓൾറെഡി അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ട്രാൻസിഷൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ്, അത് എല്ലാ ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസും ചെയ്യേണ്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അതാണ് പുതിയൊരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ട്രാൻസിഷൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇവിടുത്തെ ഈ കനേഡിയൻ പ്രാക്ടീസിലേക്ക് ബ്ലെൻഡ് ആവാനായിട്ടുള്ള ഒരു കോഴ്സാണ്. കാരണം നമ്മളുടെ പ്രാക്ടീസുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഇന്റർനാഷണലി വരുന്ന നഴ്സസ് ആകുമ്പോൾ. അപ്പോൾ അത് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇവിടേക്ക് പ്രാക്ടീസിലേക്ക് വരാനായിട്ടാണ് ഈ ട്രാൻസിഷൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരു 3 to 4 months പ്രോഗ്രാമാണ്. അത് ഓൺലൈനായിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ചെയ്യാം. CNO തന്നെ അതിന്റെ അപ്ഡേറ്റ്സ്, ഏതൊക്കെ കോളേജിലൂടെ ഈ കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഡീറ്റെയിൽസ് CNOയിൽ തന്നെ ഉണ്ട്. ട്രാൻസിഷൻ ടു പ്രാക്ടീസ് ഇൻ CNO എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെ പോകണം എന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് എത്ര നാളത്തേക്കുള്ള കോഴ്സാണ് അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് CNOയുടെ സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. മാത്രമല്ല അതൊരു നിയർലി $500 വരുന്ന ഒരു കോസ്റ്റ് ഉള്ള ഒരു കോഴ്സാണത്. അപ്പോൾ അത് യൂഷ്വലി ഹെൽപ്ഫുൾ ആണ് കേട്ടോ, റിയലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നഴ്സസിനെ സംബന്ധിച്ച്. പിന്നെ ഇപ്പം RNന്റെ എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു നഴ്സായിരുന്നു, ഓൾറെഡി അവർ RPN ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നഴ്സാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ട്രാൻസിഷൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യേണ്ടതായിട്ടില്ല. കാരണം അവർ ഓൾറെഡി ആ കനേഡിയൻ പ്രാക്ടീസുമായിട്ട് ബ്ലെഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇനിത്തെ ബാക്കിയുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്, ഇപ്പം ഇതാണ് സോഫാർ അവരുടെ സൈറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസും അല്ലെങ്കിൽ നമ്മളുടെ ആപ്ലിക്കൻസ് ഒക്കെ CNOയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എന്നാ പറയുന്നത് അപ്ഡേറ്റ്സുമാണ് ഞാനിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സൈറ്റിൽ നിന്ന് എങ്ങനെയാ ട്രാൻസിഷൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സിൽ നമുക്ക് എൻറോൾ ആവാൻ പറ്റും എന്നുള്ള ഒന്ന് ഞാൻ ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ പലർക്കും അറിയത്തില്ല നിങ്ങൾക്ക് അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ എന്നുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ CNO അക്കൗണ്ടിൽ കയറി നിങ്ങൾ നോക്കണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കണമെന്ന്. ട്രാൻസിഷൻ ടു പ്രാക്ടീസ് ഐ എം പ്രിറ്റി ഷുവർ നിങ്ങൾ പലരും അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യുക ട്രാൻസിഷൻ ടു പ്രാക്ടീസ്. സൈറ്റിൽ നമുക്ക് കാണുന്നതാണ് ട്രാൻസിഷൻ ടു പ്രാക്ടീസ്. ദിസ് ഈസ് എ ന്യൂ രജിസ്ട്രേഷൻ റിക്വയർമെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് എൻറോൾ ചെയ്യാനായിട്ട് ട്രാൻസിഷൻ ടു പ്രാക്ടീസ് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കുക. അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം വെയർ ടു രജിസ്റ്റർ, ഹൗ ടു ഫൈൻഡ് കോളേജ്. ഒണ്ടാരിയോ ലേൺ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് കോളേജസ്. ഈ കോളേജസിലൊക്കെ
ഈ കോളേജസ് ത്രൂ ആണ് CNO ഈ കോഴ്സ് ഓഫർ ചെയ്യണേ. അപ്പം നമ്മൾ ഏത് കോളേജാണ് എടുക്കുന്നത് ആ കോളേജിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻടേക്ക് സ്റ്റാർട്ട് ഡേറ്റ്, അതനുസരിച്ച് ഫോളോ ചെയ്യുക. ഓക്കെ, ഇത് ഉള്ളി ഒരു $500 കോസ്റ്റ് ഉള്ള ഒരു കോഴ്സാണ്. അത്രയാണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ്സ്. എല്ലാ ചേഞ്ചസും ഫ്യൂച്ചർ സെഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. താങ്ക്സ് എ ലോട്ട്. എൻക്ലെക്സ് മീഡിയയിൽ ചേർന്ന് പഠിക്കൂ. ആത്മവിശ്വാസത്തോടെ എൻക്ലെക്സ് ആർഎം എക്സാം എഴുതൂ. For further details, please log on to www.nclexmedia.com. NCLEX Media, a journey to excellence. Entrust all your worries about NCLEX RN with us. We will make you smile with bouquets of assured success. NCLEX Media, the best online resource for new gen NCLEX exam. For further details, visit www.nclexmedia.com.